മക്കളെ 2000 മുതൽ 2026 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും നമ്മുടെ മലയാള സിനിമയിലെ ഓണം വിന്നറായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന സിനിമകളിൽ ഓണം റിലീസായിട്ടുള്ള ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. ആദ്യമായി 2000-ൽ ഓണം വിന്നറായത് മമ്മൂക്കാന്റെ വലിയേട്ടനായിരുന്നു. രണ്ടാമതായിട്ട് 2001-ൽ ലാലേട്ടന്റെ രാവണ പ്രഭു ഓണം തൂക്കി. ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യട് മോനെ. അടുത്തത് 2002-ൽ ദിലീപേട്ടന്റെ മീശമാധവനായിരുന്നു ഓണം വിന്നർ. എന്താടാ നിന്റെ പേര്? മാധവൻ. വട്ടപ്പേര് പറയടാ. മീശമാധവൻ. 2003-ൽ ലാലേട്ടൻ നായകനായിട്ടുള്ള ബാലേട്ടൻ. 2004-ൽ നാട്ടുരാജാവ്. അടുത്തത് 2005-ലും ലാലേട്ടന്റെ നരൻ എന്ന സിനിമയാണ് ഓണം തൂക്കിയത്. 2006-ൽ സൂപ്പർ താര ചിത്രങ്ങളെല്ലാം പിന്നിലാക്കി പൃഥ്വിരാജിന്റെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയാണ് ഓണം തൂക്കിയത്. 2007-ൽ നിവേദ്യം. 2008-ലെ ഓണം തൂക്കിയത് പൃഥ്വിരാജ് നായകനായി എത്തിയ തിരക്കഥ. നീ എന്നാണ് ഇതുപോലൊരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് എന്റെ അടുത്ത് വരിക? ആദ്യം നീ എന്നെ കെട്ട്. 2009-ൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. 2010-ലെ ഓണം തൂക്കിയത് ഒരു ഹൊറർ ചിത്രമായിരുന്നു യക്ഷി ഞാനും. 2011-ലെ ഓണം തൂക്കിയത് ലാലേട്ടൻ നായകനായി എത്തിയ പ്രണയം. 2012-ൽ വീണ്ടും ലാലേട്ടൻ നായകനായി എത്തിയ റൺ ബേബി റൺ. ആറ്റുമണൽ പായയിൽ പന്തിവയിൽ ചാഞ്ഞ. 2013-ൽ നമ്മുടെ ദിലീപേട്ടൻ നായകനായി എത്തിയ ശൃംഗാലവേലൻ എന്ന സിനിമയാണ് ഓണം തൂക്കിയത്. ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ലി. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാകും. 2014-ലെ ഓണം തൂക്കിയത് തസ്തമസ്ത്രീ തസ്കര. 2015-ൽ ലാലേട്ടന്റെ ലോഹം എന്ന സിനിമയാണ് ഓണം വിന്നറായത്. 2016-ൽ വീണ്ടും ലാലേട്ടൻ നായകനായി എത്തിയ ഒപ്പം എന്ന സിനിമയാണ് ആ വർഷത്തെ ഓണം വിന്നറായത്. 2017-ൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. 2018-ൽ പ്രളയം കാരണം ഓണം റിലീസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 2019-ൽ ലാലേട്ടൻ നായകനായി എത്തിയ എട്ടിമാണി. 2020-ലും 2021-ലും കോവിഡ് കാരണം ഓണം റിലീസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. 2022-ൽ ടൊവിനോ തോമസ് നായകനായി എത്തിയ തല്ലുമാല ഓണം കീഴടക്കി. 2023-ലെ ഓണം തൂക്കിയത് RDS എന്ന സിനിമയായിരുന്നു. 2024-ലെ ഓണം തൂക്കിയത് ARM എന്ന സിനിമ. 2025-ലെ ഓണം തൂക്കിയത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയായിരുന്നു. ഇനി 2026 എന്ന വർഷം ഏത് സിനിമയായിരിക്കും ഓണം തൂക്കാൻ പോകുന്നത്? നിങ്ങൾക്കത് അറിയാമെങ്കിൽ കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക.